വട്ടം ട്രാവൽ ചെയ്ത് പോയപ്പം ഒരു റോഡിൽ മറ്റേ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വണ്ടി, ഒരു പുള്ളിയുടെ വണ്ടിയാണ് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ നല്ല മിനി കൂപ്പർ അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസിങ്ങിൽ കിട്ടുന്നുണ്ട്. കൂപ്പർ എസ്സാണ്. അപ്പോൾ എസ് എന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ മറ്റേതൊക്കെ പോയി വണ്ടിയൊക്കെ പോപ്സ് ആൻഡ് ബാങ്ക്സ് ഒക്കെ വെച്ച് പൊട്ടിക്കുക, നമുക്ക് എഞ്ചിനൊക്കെ ബിൽഡ് ചെയ്തെടുക്കുക എന്നൊക്കെ വിചാരിച്ച് വണ്ടി വീട്ടിൽ കൊണ്ടിട്ട് ഞാൻ ഒരു കൊല്ലം ഓടിച്ചില്ല. ഇല്ല, ആ വണ്ടി ഞങ്ങൾ അവിടെ ആകെ 2 വട്ടം ഓടിച്ചത് ഓയിൽ ചേഞ്ച് ചെയ്യാനാണ്. ഇപ്പം സമയം നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണമല്ലോ, അപ്പോൾ അത് ഓടിച്ചേ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നത്, അവരത് ആർക്കെങ്കിലും കൊടുത്തേക്കാന്ന് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അവന് പൈസ കൊടുക്കണ്ട, എന്തായാലും വെറുതെ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതല്ലേ, ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ വണ്ടിയില്ലാത്ത ഒരാൾക്ക് കൊടുത്തു വിടാലോ എന്ന് പറഞ്ഞിട്ട് യുകെയിലുള്ള ആ പറഞ്ഞത് പാളിപ്പോയി. അതായത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പേരെ ഒരു കോമ്പറ്റീഷൻ പോലെ, കാരണം വെറുതെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ സമയം ആര് അവസാനം കൈയെടുക്കുന്നു എടുത്തോളാൻ പറഞ്ഞു. ആ പ്രൊജക്ട് ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു. അതായത് പിന്നീട് അതിന്റെ കോൺസിക്വൻസ് ഞാൻ അറിഞ്ഞേ. സെറ്റ് ഇടണം, ലൈറ്റ്സ്, ക്യാമറ ടീം, ഇവർ കൈയെടുക്കുന്നത് നമ്മൾ എങ്ങനെ അറിയും, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കൈയെടുക്കുകയാണെങ്കിലോ, അതേരെ എല്ലാം അങ്ങ് മാറി പറഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു ലൊക്കേഷൻ ഹണ്ടി കയറി. എന്നാ പിന്നെ എനിക്കിത് പുൾ ഓഫ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അതും നടക്കുന്നില്ല. പിന്നെ അവസാനം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വന്ന് പറഞ്ഞു എനിക്ക് ലൊക്കേഷൻ കിട്ടുന്നില്ല, ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഷാസ് എന്ന് പറഞ്ഞ്, പുള്ളിയാണ് എൻ്റെ മീഡിയ ടീം. പുള്ളിയുടെ കമ്പനി എന്നെ എടുത്തു, അതായത് ദത്തെടുത്തു. വന്ന് എന്നോട് പറഞ്ഞു എടാ വി ക്യാൻ ഡു ഇറ്റ്, അത് നമുക്ക് ചെയ്യാം. പുള്ളി തന്നെ ഷാസ് ഒരുപാട് ഓടി, ടിഫിൻ ബോക്സ് മീഡിയ എന്നവരുടെ പേര്. അവരൊരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് എല്ലാ വർക്കും അവരെ ചെയ്തേ. ഞാനായിട്ടൊരു വർക്ക് ചെയ്തില്ല. അതിന്റെ വീഡിയോ വരാൻ നല്ല സമയം എടുക്കും. ഇപ്പം ഏകദേശം ആയി കാണും, കാരണം February 18th ഞങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരാൾ വണ്ടിയും കൊണ്ടുപോയി, വണ്ടി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഓക്കെ ദിസ് ഈസ് എ പാത്ത്. അടുത്തത് ഞങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് നടന്ന് ഇനിയും ഇവിടെ വരുന്നുണ്ട്, ദുബായി പോകുന്നുണ്ട്, എല്ലായിടത്തും ഞങ്ങൾ ഓരോ വണ്ടി ഇതേപോലെ ഓരോ കോമ്പറ്റീഷൻ വെച്ച് കൊടുക്കും. അതാണ് നമ്മുടെ എ ഗെയിം എന്നതിന് ഞങ്ങൾ പേരിട്ടേക്കുന്നത്. അൻവിൻസ് ഗെയിം. അതിന് നമ്മൾ എടുത്ത് വെച്ചു. ഇപ്പൊ ഞങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ അവിടെ UK പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ റിയൽ ഹണ്ടേഴ്സ് വന്ന് ഹണ്ട് ഡൗൺ ചെയ്യും. അതായത് നമ്മൾ 10 മിനിറ്റ് ഹെഡ്സപ്പ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിന് ഓടാൻ. അതിൽ റോളക്സ് ലിയോ ഒക്കെ വരുന്നുണ്ട്. റോളക്സ് ലിയോയും ഹണ്ട് ചെയ്യും. അതായത് അവസാനം ആരെ ഞങ്ങൾ ഹണ്ട് ഡൗൺ ചെയ്യുന്നു അവർക്ക് 10,000 എമൗണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ ഒരു ചിൽ ലൈഫാണ് താല്പര്യങ്ങൾ എങ്ങനെയാണല്ലോ. എനിക്ക് ആൾക്ക് ആ വീഡിയോ വന്നപ്പം ശരിക്കും കാറ് കിട്ടിയോ, ഇതിന്റെ എന്താണ് ബാക്കി എന്ത് സംഭവിച്ചു ആൾക്കാർക്ക് ഞാൻ 2-3 ദിവസം മുന്നേ ഒരു കണ്ടസ്റ്റൻസിനെ റിവീൽ ചെയ്തപ്പോൾ അതിനുള്ള ഒരാൾക്ക് കിട്ടി. അത് നല്ല സ്റ്റോറി. അത് ആളുടെ സ്റ്റോറി നല്ല രസമുള്ളതാ. വണ്ടി കൊണ്ടുപോയ ആളുടെയും വണ്ടി പിന്നെ കൊടുക്കുന്നതിന് ഇപ്പൊ നമ്മൾ അടുത്ത വണ്ടി അത് ജസ്റ്റ് ഒരു ബേസിക് വണ്ടി നമ്മളൊരു ബേസ് ഇട്ട് നോക്കിയതാ. പക്ഷെ അങ്ങനത്തെ ഒരു വർക്കിന് ചെയ്യും ബുദ്ധിമുട്ടാ. അത് 40 hours മേലെ അവർ കൈവച്ച് നിന്നു. ഈ 40 hours ഞങ്ങൾ ഫുൾ ക്യാമറ ടീമും ഞാനും എല്ലാവരും അതേപോലെ അവിടെ നിൽക്കണമായിരുന്നല്ലോ. അത് ഞങ്ങൾ സെറ്റ് ഇട്ടത്, കാരണം ബാക്ക്ഗ്രൗണ്ട് ക്രൂ എല്ലാവരും നോക്കി നിൽക്കുന്നത്. അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മിനി കൂപ്പറിൻ്റെ ഒരു 10-15 times ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ആ വണ്ടി കൊടുക്കാൻ വേണ്ടി. അതിനേക്കാൾ എളുപ്പമായിരുന്നു നമ്മൾ കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ വെറുതെ വണ്ടി കൊടുത്തു വിടായിരുന്നു. ഞങ്ങളുടെ എക്സ്പെൻസ് ലൈക്ക് വെരി ഹൈ. അതൊരു അൺഅഫോർഡബിൾ സൈഡിലോട്ട് വരെ പോയായിരുന്നു അതിൻ്റെ ഞങ്ങൾ മീറ്റ് ചെയ്തത്. പക്ഷേ സ്റ്റിൽ വർത്ത് ദ മണി. അതായത് അവരെനിക്ക് തന്നേക്കുന്ന ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത് ആർക്കും ആ ഒരു റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം എനിക്കത് കട്ട് ഡൗൺ ചെയ്ത് ആ ഒരു രീതി ചെയ്തു തന്നതാ. പക്ഷെ ഞങ്ങളുടെ പ്ലാന് 10-15 ക്യാമറാസ് ചുറ്റും അവരെ ഫോക്കസ് ചെയ്ത് നല്ല ക്യാമറ, സോണിയുടെ FX6 തന്നെ വേണം, ഹീറ്റ് ആവാൻ പാടില്ല, അതിന് വയറിങ് ചെയ്യണം. അതൊരു വെയർ ഹൗസ് അവരൊരു 5-8 മണിക്കൂർ കൊണ്ട് മാറ്റി മറിച്ച് സെറ്റ് ഇട്ട് അതൊരു വൺ ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സൂപ്പർ ആയിരുന്നു. ഇനി ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ദുബായ് ചെയ്യണം, നാട്ടിൽ ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറെ മിനീസ്. എല്ലാവർക്കും എന്തെങ്കിലും പൈസ എന്തായാലും കിട്ടണം. ആരൊക്കെ കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്ന എല്ലാവർക്കും എന്തെങ്കിലും കിട്ടും, കൊടുക്കാതിരിക്കത്തില്ല. അപ്പം ഇപ്പൊ ഞങ്ങളുടെ വന്ന ആ വണ്ടി കിട്ടിയില്ലെന്നുള്ളതിൽ കുറെ സർപ്രൈസസ് വേറെ ഉണ്ട്. വന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ കിട്ടി. അത് നല്ല നല്ല ഗിഫ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒരു പോയിന്റ് ഇല്ലല്ലോ. എല്ലാവർക്കും കിട്ടണം. നാട്ടിൽ ഞങ്ങൾ മെഗാ പരിപാടിയാ അത് ഉദ്ദേശിച്ച് പ്ലാൻ ചെയ്യുന്നത്. അത് നല്ലൊരു പരിപാടിയായിരിക്കും. ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം മീഡിയ ടീമിന്റെ ഷെഡ്യൂൾ അനുസരിച്ചാണ് ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അവര് എങ്ങനെ വേണം എന്ന് പറയുന്ന അനുസരിച്ച് അത് അവരെന്നെയൊന്നും അറിയിക്കത്തില്ല. എല്ലാം പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് അടക്കം എല്ലാം സെറ്റ് ചെയ്ത് തരും. ഞാൻ പോയി ഹോസ്റ്റ് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് അതിലെ രസം. കുറെ മിനി ഗെയിംസ് വരുന്നുണ്ട്. ബർഗർ കഴിച്ചാൽ 10 ബർഗർ കഴിച്ചാൽ 1000 പൗണ്ട്, ബാസ്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1000 പൗണ്ട്, എല്ലാം അങ്ങനത്തെ ഒരു ബേസിക് ഒരു കോസ്റ്റ് ഉണ്ട്. 1000 പൗണ്ടിന്റെയോ 100 പൗണ്ടിന്റെയോ 500 പൗണ്ടിന്റെയോ ഒരു നല്ല ഫിഗർ കിട്ടണം ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ. 10,000 രൂപ എന്നൊക്കെ പറഞ്ഞ നല്ല ഫിഗറാ. അപ്പോൾ
ഇവിടെ വരുമ്പം എനിക്ക് കേരളത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്യണം. ഒരാൾക്കല്ല, ഒരുവിധപ്പെട്ട എല്ലാവർക്കും നന്നായിട്ട് തന്നെ എന്തെങ്കിലും കിട്ടണമെന്ന് ഒരാഗ്രഹമുണ്ട്. നാട് ഫാമിലി ആയിട്ടൊക്കെ കണക്റ്റഡ് ആണോ? അപ്പനമ്മയെ വിളിക്കും, ചേട്ടനെ വിളിക്കും, ബാക്കി അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. കാരണം നമ്മളെ ആരും വിളിക്കാറില്ല, ഞാനും ആരും വിളിക്കാറില്ല. അത് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. സമയം എനിക്കൊന്നാമത് സമയമില്ല. എൻ്റെ ലൈഫ് അങ്ങനെ ഒരു ലൈഫാണ്. പിന്നെ നമ്മൾ 5 മണിക്കൂറും കണ്ട് മുന്നില്ല. അപ്പം ഇവിടുത്തെ ഒരു പരിപാടി തീരുമ്പോഴത്തേക്കോ അവിടുത്തെ ഒരു പരിപാടി തീരുമ്പോഴേ ഡിഫറൻസാ. പിന്നെ ആര് വിളിക്കാനാ? പിന്നെ ആരും വിളിക്കാറില്ല. ഇപ്പം സൗഹൃദം, ഫ്രണ്ട്സ്, എന്തെങ്കിലും നമ്മൾ തിരിച്ച് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് അൻവിനെ പിടിച്ച് കൊണ്ടുവരുന്ന എന്താ? അങ്ങനെ ഒന്നുമില്ല. ഇല്ല, അത് ബീങ് വെരി ഓണസ്റ്റ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് ഇപ്പോൾ വന്നിട്ട് എന്ത് വർക്കൗട്ട് ചെയ്യാനാന്ന് ചോദിച്ചാൽ ഇനിയുണ്ട്. എനിക്കൊരു ബിസിനസ് ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ പ്ലാനുണ്ട്. ഇപ്പോൾ അവിടെ ചെയ്ത് തന്നെ എൻ്റെ ഒരു ബിസിനസ് ഉണ്ട്. അത് ഇവിടെ ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുണ്ടെങ്കിൽ എല്ലാ മാസവും വരാം, വന്ന് നോക്കി പോകണമല്ലോ. അതായിട്ട് ഒരു പ്രവാസി പറയണെങ്കിൽ, കാരണം അല്ലെങ്കിൽ പറയുന്നത് എന്താ വെച്ചാൽ നാട്, വീട്, കുളം, അമ്പലം, അതില്ല നമ്മൾ പറയുക. അതായത് എല്ലാം തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടാകും. നമ്മളെ ആകെ തിരിച്ചു കൊണ്ടുവരുന്നെന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയേ ഉള്ളൂ. ഞാൻ നോക്കിയെടുത്തോളം ഞാനിപ്പോൾ അവിടെ നിർത്തിയെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഇവിടുത്തെ മാർക്കറ്റ് അറിയത്തില്ല, ആൾക്കാരെ അറിയത്തില്ല, നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും കയ്യിലുള്ള പൈസ തരും. അതിനേക്കാളും ഭേദം അപ്പനും അമ്മ വേണമെങ്കിൽ അവരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. ഞാൻ ഇത്തവണ അപ്പനോട് വന്നപ്പോൾ ചോദിച്ചു, ആർ യു കമ്മിങ്? പുള്ളി പറഞ്ഞു നോ. പുള്ളിക്ക് പുള്ളിയുടെ പണിയുണ്ട്, പുള്ളിയുടെ ഫാമായിട്ട് നടക്കുന്നു, ഞാൻ എൻ്റെ ഫാമായിട്ട് നടക്കുന്നു. ഫീഡസ് മുണക്കം, വീഡസ് മുണക്കം, ഞാൻ ഇടയ്ക്ക് വരാം, വന്ന് കാണാം. ആ ഒരു പ്രചോദനം അല്ലാതെ നമ്മൾ വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. അത് റിയാലിറ്റി അങ്ങനെയാണ്. അവിടെ രസമാണ്. പുറത്ത് പോകുമ്പോൾ എല്ലാവർക്കും നല്ലതാണ്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഇപ്പം ഒരാളിപ്പോൾ ഒരു കണ്ണാടി, ഈ കണ്ണാടി വിൽക്കാൻ വേണ്ടി ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം ആ കണ്ണാടി വിറ്റുകൊണ്ടിരിക്കും. എന്നാൽ പിന്നെ ആ കണ്ണാടി എവിടെ നിന്ന് വരുന്നു, അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ, കുറച്ചുകൂടെ പൈസ കൂടുതലുണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ? ബിസിനസ് ആയിട്ട് എന്തെങ്കിലും ബിസിനസ് ഒന്നും അങ്ങനെ ഒരു ലാർജ് സ്കെയിലിൽ വേണ്ടത്. സെൽഫ് എംപ്ലോയ്മെന്റ്, നമ്മൾ ആർക്കും വേണ്ടി വർക്ക് ചെയ്യാണ്ട് ഈ ജോലി ഇപ്പം UK ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈവൻ ദോ ഒരാൾക്ക് ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് എന്നൊരു സൈഡുണ്ട്. അതായത് നമുക്ക് സൗകര്യം ഉള്ളപ്പോൾ വർക്ക് ചെയ്യാം. അതായത് നമുക്ക് തന്നെയാണ് ഫുൾ പൈസ വരുന്നത്, നമ്മൾ തന്നെയാണ് ഫയലിംഗ് ചെയ്യുന്നത്, നമുക്ക് കമ്പനിയായിട്ട് ബന്ധം, അങ്ങനത്തെ ഒരു അതാണ് ബേസ് ഒരു ബിസിനസിന്റെ. അപ്പം അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കയറുക എന്നുള്ളത് നമ്മുടെ സൗകര്യം. വേണോ വേണ്ടയോ, സ്റ്റിൽ നമ്മൾ നമുക്കായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആൾക്കാർ 9 to 5 ഇരുന്ന് പോകുന്നത്. അതിൽ തെറ്റില്ല, അവരും വേണം, എല്ലാ ജോലിക്കാരും വേണമല്ലോ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ. ഇതെല്ലാം പറഞ്ഞിട്ട് ഇനി എൻ്റെ സ്റ്റാഫൊക്കെ നാളെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ളവർക്കൊക്കെ ചെയ്യാം. UK ഈസ് എ വെരി ഗുഡ് കൺട്രി. നമ്മൾ ടാക്സ് എത്ര അടച്ചാലും എങ്ങനെ വർക്ക്ഔട്ട് ചെയ്താലും അത്യാവശ്യം നല്ല ഫിഗർ ഉണ്ടാക്കാൻ പറ്റിയ രാജ്യം തന്നെയാണ്. അതിന് ആരൊക്കെ അവിടെ വന്നിട്ട് എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ കണ്ടു, നേടി. ഇപ്പം ഞങ്ങൾ കുറേ പേര്, ഞങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും ഞങ്ങൾ ഒരു 10-12 പേരെ പിക്ക് ഔട്ട് ചെയ്തിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യിപ്പിച്ചു. അവർ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെന്ററെ കിട്ടിയാൽ കുറേ പേർക്ക് പറ്റും. കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടാവും. കുറേ പേര് വിചാരിക്കും ഒരുപാട് പൈസ വേണം എന്നുള്ളത്. ഓരോ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയാണല്ലോ. കുറേ പൈസ ഒന്നും വേണ്ട, നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വെറുതെ ബിന്ന് കഴുകി തുടങ്ങാലോ. എല്ലാ വീട്ടിലും UK ബിന്നുണ്ട്. നല്ലൊരു ബിസിനസ് ഐഡിയ. എനിക്ക് ശരിക്കും ഞാനും വേണം ചെയ്യാം. അതായത് എല്ലാ വീട്ടിലും ബിന്നുണ്ട്. 5 പൗണ്ട് ബിന്ന് കഴുകി തുടങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും നോ പറയും. കാരണം നമ്മൾ ഒരിക്കലും ആ ബിന്ന് കഴുകത്തില്ല. ഫുഡ് ബിന്നും വേസ്റ്റ് വെക്കുന്നതും, ഒരു വണ്ടി എടുത്ത് ഒരു വാട്ടർ ടാങ്ക് സെറ്റപ്പ് ചെയ്ത്, വണ്ടി എന്ന് പറഞ്ഞാൽ 10,000-2000 രൂപയ്ക്ക് ഒരു വണ്ടി എടുത്തിട്ട് ഒരു വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റപ്പ് ചെയ്ത് പ്രഷർ വാഷറും വെച്ച് പോയി ബിന്ന് കഴുകി തുടങ്ങി കഴിഞ്ഞാൽ 10 വീട് കയറി ചെയ്താൽ മതി ഒരു ദിവസം. 10 വേണ്ട 100 ചെയ്തോ, ചെയ്യാൻ പറ്റുമല്ലോ. ആരും നോ പറയില്ല. 5 കൊണ്ട് ആരും നോ പറയുമോ? ബിന്നും ക്ലീൻ ആവില്ല. അപ്പൊ എത്ര പൈസ ഉണ്ടാവും? നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തോരം ഫിഗർ ആയി. അതിന് പകരം 9 to 5 പോയിരുന്നു. ഒത്തിരി ബിസിനസ് ഐഡിയാസ് ഉണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ ചെയ്യാനും ഒരു വെറുതെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊരു സമയത്ത് വിചാരിച്ചായിരുന്നു, നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഒരുപാട് പ്രഗ്നന്റ് ലേഡീസ് വന്ന സമയത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു തൊപ്പി ക്രിയേറ്റ് ചെയ്തല്ലോ, സൂപ്പർ മോം എന്ന് എഴുതിയേക്കുന്ന ഒരു സംഭവം. അതൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വിടാം. അത് ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തായിരുന്നു. സംഭവം ഡ്രോപ്പ് ചെയ്തു. ചൈനയിൽ നിന്നുള്ളൊരു ഡിലേ ഒക്കെ വന്നുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ അത് ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഒരു അമ്മയാവാൻ പോകുന്ന സ്ത്രീ കണ്ടാൽ ചിലപ്പോൾ വാങ്ങുമായിരിക്കും. ചിലപ്പോൾ സൂപ്പർ ഡാഡ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അത് ഡെവലപ്പ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതും നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അതെനിക്കുണ്ട്, എനിക്കിഷ്ടമാണ്. പൈസ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് താഴെ വീണ് പോയാൽ ഞാൻ പിന്നെ തുടങ്ങും.
അതാണ് spirit. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അതെ കാരണം ഇപ്പൊ കുറെ കമ്മിറ്റ്മെന്റ്സ് ഇപ്പൊ 3 നോക്കണ്ടേ, അതെ. അവരെ നോക്കുക തന്നെ വലിയ ചെലവാ. അല്ല ഇപ്പൊ നമുക്ക് ഈ പറയുന്ന കാര്യം തിരക്കുള്ള കാര്യത്തിൽ ഈ 3 പേര് നമ്മളെപ്പോഴും കൂടെ വേണ്ടേ, അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ വരുമ്പോ അവിടെ ഒരാൾ നോക്കാൻ വേണം. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ടോ? അവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്റെ സ്റ്റാഫ് ആയാലും എന്റെ വീട്ടിൽ ഒരുപാട് പേര് വരികയൊക്കെ ചെയ്യും. അതായത് സ്റ്റാഫേ വരത്തുള്ളൂ, ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ആരെയും വീട്ടിലോട്ട് കൊണ്ടുവരില്ല. എല്ലാവർക്കും ഇഷ്ടം, അവർ നോക്കും, അവരുടെ കൂടെ ചില്ലാണ്. ഞാൻ പറയാം, റോളക്സിന് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഞാൻ മാറി നിൽക്കുന്നതിൽ. ബാക്കി എല്ലാവരും ചില്ലായിട്ട് അവരോടെ പോകും. അപ്പൊ അവിടെ നിൽക്കാൻ പറഞ്ഞാലും അവർക്ക് ഓക്കെയാണ്, ഹാപ്പിയാണ്, വീട്ടിൽ നിന്നാൽ മതിയല്ലോ. അവർക്ക് അതിൻ്റെതായ ഫണ്ട് കൊടുക്കണമല്ലോ നമ്മള് നിർത്തുന്നതിനും നോക്കുന്നതിനും ഒക്കെ ഉള്ളത്. എനിക്കൊന്ന് വീഡിയോ കാണുമ്പോൾ ഭീകരൻ എന്നാണ് കമന്റ്സ് ഏറ്റവും കൂടുതൽ ഫാൻസ് വരുന്നത്. എനിക്ക് റോളക്സ് ആണ് ഏറ്റവും ഭയങ്കര പെട്ടെന്ന് അറിയുമ്പോൾ റോളക്സിന് ഫാൻ കൂടുതൽ. റോളക്സ് ആണ് കൂട്ടത്തിലൊരു, അതായത് ഇത്ര ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ബറ്റോമാർ 2 ഇതിൽ മണപ്പിച്ച് കിടന്നേ റോളക്സ് ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അതായത് അവന്റെ അപ്പനാണ് ഞാൻ, ആ ഒരു വൈബാണ്. എനിക്ക് അതിന്റെ മോനാണ്, ഞാനും ആ ഒരു വൈബില. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു പറഞ്ഞത് ഇനി വേറൊരാളായിട്ട് ഉള്ളിലോട്ട് വേണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നീട് നമുക്ക് ആലോചിക്കാം.